ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, പലരും കഴിച്ചിട്ടും ഉണ്ടാവും. ലെച്ചസ് കേക്ക് അതിപ്പോൾ പല ഫ്ലേവറിലൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലെച്ചസ് കേക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 1/2 കിലോ വെയിറ്റ് വരുന്ന ലെച്ചസിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. അതിനായിട്ട് 1/2 കപ്പ് മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ബേക്കിംഗ് സോഡ നമുക്ക് ആവശ്യമില്ല. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ 1-2 പ്രാവശ്യം അരച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റും അതുപോലെ തന്നെ യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ എടുക്കുന്ന 2 ബൗളും നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാതെയും ചെയ്യാം. പക്ഷേ നമ്മൾ ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ഒരു ലെച്ചസ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ കുറച്ച് സമയം മുട്ട ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം ഒരുമിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് എഗ് യോക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാതെ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും വെള്ളം ഇല്ലാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ല സ്റ്റിഫായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ബീറ്റർ തന്നെ വേണം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ. അല്ലാതെ വിസ്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളവർക്ക് ഒരുപാട് ടൈമൊക്കെ എടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് ബീറ്റർ ഇല്ലെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ, നല്ല മഞ്ഞ് കട്ട പോലെയായിട്ട് നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ലാസ്റ്റാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ എഗ് യോക്ക്, ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടി വാനില എസൻസ് മറക്കാതെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചിട്ടുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീം കളറായിട്ട് വരും. അതുവരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് യോക്ക് ഇതുപോലെ വന്നാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തത് തന്നെ ചേർക്കണമെന്നില്ല, ഓയിൽ താല്പര്യമുള്ളവർക്ക് ഓയിൽ ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് നല്ല പതപ്പിച്ച് വെച്ചിരുന്നല്ലോ, ആ ഒരു എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ഇതിലിട്ടിട്ട് ഇത് എഗ് വൈറ്റ് പതഞ്ഞു വന്ന എഗ് വൈറ്റ് താഴ്ന്നു പോകാതെ പതുക്കെ മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ്. ഞാൻ കുറച്ച് ഇട്ടിട്ട് വളരെ സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്ന് ഗ്രീസി ആയിട്ട് അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ചു ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓവണിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 30 മിനിറ്റ്സോളം ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 25 മിനിറ്റ്സൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയോന്ന്. അപ്പോൾ 30 മിനിറ്റ്സ് ആകുമ്പോൾ കണ്ടില്ലേ കറക്റ്റായി ബേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്യൂറങ്ങാൻ വെച്ചിട്ട് സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തുക്കോന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ നമ്മുടെ ലെച്ചസ് പൊതുവേ നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു നല്ലൊരു കേക്കാണ്. അപ്പോൾ കഴിച്ചവർക്കറിയാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേസും നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ ഒരു ട്രെസ്ലെച്ചസ് കേക്ക് ഏത് ബൗളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, പുഡിംഗ് ബൗളിലൊക്കെ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഡിസ്പോസിബിൾ ട്രേ ഉണ്ടല്ലോ, നമ്മുടെ ട്രെസ്ലെച്ചസിനായിട്ട് കേക്കിൻ്റെ ബേക്കിംഗ് ടൂൾസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ട്രേ ആണ്. അപ്പോൾ ഇതിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു സ്കിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് മാറ്റാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചുകൂടി ഒരു ഭംഗിക്കാണ് സ്കിന്നൊന്ന് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലുള്ള 3 മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ 1/2 കപ്പ് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അതായത് 1.5 കപ്പ് പാല് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ് 1/2 കപ്പ് ആക്കിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മുടെ 3 മിൽക്ക് ഇതിൻ്റെ സോസ് വരുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ടൊക്കെ നല്ലപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സോക്കായി വരണം. 1/2 കപ്പ് വെച്ചിട്ട് കുറച്ച് സമയം ഇടവിട്ടിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ മുകളിലായിട്ട് കുറച്ച് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇനി നല്ലപോലെ ഒന്ന് സ്റ്റിഫായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നോസിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നോസിലൊന്നും ഇല്ലാത്തവർക്കും കൂടിയിട്ട് നമ്മൾ സാധാരണ ട്രെസ്ലെച്ചസിന് സാധാരണ കണ്ടുവരുന്ന ഒരു ഡെക്കറേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഐസിങ് ബാഗിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ താഴത്തായിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 3 മിൽക്കിൽ ഏകദേശം 1 കപ്പോളം ഞാൻ ഇതിലൊഴിച്ചു. 1/2 കപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. ഈ ഒരു മെത്തേഡിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോസിൽ വെച്ച് ഡെക്കറേഷൻ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ മുകളിൽ ആക്കി കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഡിബിളാണിത്. അതുപോലെ തന്നെ ഡ്രൈഡ് റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കേക്കിൻ്റെ ടൂൾസും ആക്സസറീസും ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഇതിന് പകരം ചോക്കോ ചിപ്സ് ഇടാം. അതുപോലെ തന്നെ പിസ്താഷ്യൂ നമുക്കിത് മുകളിലായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് റോസ് പെറ്റൽസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സോസ് കൂടി ചേർത്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കുറച്ച് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു കടിക്കാനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പിസ്താഷ്യൂ കയ്യിലുള്ളവർ പിസ്താഷ്യൂ പൊടിച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന രീതിയിലാണ് ഇതൊന്ന് പാക്ക് ചെയ്തിട്ടുള്ളത്. മുകളിൽ റിബണും അതുപോലെ സ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്